വർഷം മുമ്പ് നാടിനെ നടുക്കിയ പ്രമാദമായ ഇരിക്കൂർ സിദ്ദിഖ് നഗറിലെ കുഞ്ഞാമിന വധക്കേസ് പ്രതികളെ വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി സിദ്ദിഖ് നഗറിലെ കുഞ്ഞാമിനയുടെ വീട്ടിലും കൊലപാതകം നടത്തിയ കോട്ടോസിലും എത്തിച്ചു. 2016 ഏപ്രിൽ 30-നാണ് ഇരിക്കൂർ സിദ്ദിഖ് നഗറിലെ റുബിന മൻസിലിൽ പരേതനായ നെട്ടൂർ മൊയ്തീന്റെ ഭാര്യ മെരടൻ കുഞ്ഞാമിന ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. സ്വർണ്ണാഭരണങ്ങൾ കവർന്നു രക്ഷപ്പെട്ട പ്രതികളായ ഡൽഹി സ്വദേശികളായ പർവീൺ ബാനു, മകൾ സക്കീന ഫാത്തിമ എന്നിവരെയാണ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പിടികൂടിയത്. കുഞ്ഞാമിന കൊലക്കേസിലെ പ്രതികളിലേക്ക് അന്വേഷണ സംഘം എത്തിയത് ഒരു പതിറ്റാണ്ടു നീണ്ടുനിന്ന നിരീക്ഷണത്തിനൊടുവിലാണ്. 2024 ഓൾ ഇന്ത്യ ക്രൈം കോൺഫറൻസിലാണ് പ്രതികളെക്കുറിച്ചുള്ള സൂചന ലഭിച്ചത്. പിന്നീട് യഥാർത്ഥ ഫോട്ടോയും വിശദവിവരങ്ങളും ലഭിച്ചതോടെ പ്രതികൾ അമ്മയും മക്കളുമാണെന്നും ഡൽഹിയിൽ താമസിക്കുന്നുണ്ടെന്നും വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് സംഘം ഡൽഹിയിലെത്തി ഇവരെ സാഹസികമായി പിടികൂടിയത്. മൂന്നാം പ്രതി മകൻ കാശ്മീരിലാണെന്നാണ് അറിഞ്ഞതെന്നും അവനെ ഉടൻ പിടികൂടുമെന്നും അന്വേഷണ സംഘം പറഞ്ഞു. കുഞ്ഞാമിന കൊലപാതക കേസിലെ പ്രതികളെ സിദ്ദിഖ് നഗറിൽ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നുണ്ടെന്നറിഞ്ഞതോടെ സംഘം എത്തുന്നതിന് മുൻപ് തന്നെ നാട്ടുകാർ പ്രദേശത്ത് നിറഞ്ഞിരുന്നു. ഇരിക്കൂർ പോലീസ് സംഘം വീടിന്റെയും ക്വാർട്ടേഴ്സിന്റെയും പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു. ഇരിക്കൂർ സർക്കിൾ ഇൻസ്പെക്ടർ സാജു ജോസഫ്, SI-മാരായ സത്യനാഥൻ, റഹീം, CPO-മാരായ വിനോദ്, ഗിരീഷ്, നിജിൽ എന്നിവർ അന്വേഷണ സംഘത്തെ അനുഗമിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CK മുഹമ്മദ് മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം UP അബ്ദുറഹ്മാൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് MM ഹാജി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KKRP നാസർ എന്നിവർ സംഭവസ്ഥലത്തെത്തി അന്വേഷണ സംഘത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തുകൊടുത്തു. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ചപ്പോൾ മകൻ ഉമ്മറും ബന്ധുക്കളും അവിടെ ഉണ്ടായിരുന്നു. ഏറെ വൈകിയെങ്കിലും പ്രതികളെ പിടികൂടിയതിലും നീതി കിട്ടിയതിലും ഏറെ സന്തോഷമുണ്ടെന്നും മൂത്ത മകൻ ഉമ്മർ പറഞ്ഞു. പ്രതികൾക്ക് ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നും മകൻ ഉമ്മർ ആവശ്യപ്പെട്ടു.